Sargam kitchenil mutton kondulla stew aanu തയ്യാറാക്കുന്നത്. Mutton stewവിന് ആവശ്യമായ ingredients: mutton 250 gram, ഉരുളക്കിഴങ്ങ് 1/2 കപ്പ് ചെറുതായി നുറുക്കിയത്, ക്യാരറ്റ് 1/2 കപ്പ് ചെറുതായി നുറുക്കിയത്, 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ്, സവോള 2 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളി 7 അല്ലി നീളത്തിൽ അരിഞ്ഞത്, പച്ചമുളക് 6 എണ്ണം വട്ടത്തിൽ അരിഞ്ഞത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അരിഞ്ഞത്, ഒന്നാം പാല് 1 കപ്പ്, രണ്ടാം പാല് 2 കപ്പ്, ഡാൽഡ, ചോന്നുള്ളി, കാഷ്യൂനട്ട്, വേപ്പില ഇഷ്ടു താളിക്കാനായിട്ടുള്ളത്, 2 വലിയ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിടാൻ, പിന്നെ ബേ ലീഫ് 2 എണ്ണം, ഒരു കഷ്ണം പട്ട, 2 ഏലക്കായ, 4 കുരുമുളക്, 4 ഗ്രാമ്പു, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പെരിഞ്ചീരകപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വിനാഗിരി 1 ടേബിൾ സ്പൂൺ. മട്ടൺ സ്റ്റൂ തയ്യാറാക്കാൻ നമുക്ക് ആദ്യം മട്ടൺ ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു കുക്കർ എടുത്ത് 250 ഗ്രാം മട്ടൺ, പിന്നെ വിനാഗിരി, മല്ലിപ്പൊടി, ഉപ്പ്, 4 പച്ചമുളക് വേണ്ട. ഈ പച്ചമുളക് നല്ല വലിപ്പമുള്ള കാരണം നമുക്ക് 2 എണ്ണം നീളത്തിൽ അരിഞ്ഞിടാം. നല്ല വലിയ പച്ചമുളകാണ്. അത് കൂടി കൂട്ടി തിരുമ്പി നമുക്ക് വേവിക്കാൻ വെക്കാം. കുറച്ച് കുരുമുളക് പൊടി, കഴിഞ്ഞ് കുറച്ച് വെള്ളം, ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2 വിസിൽ വന്നാൽ മതി. ഒരു പാൻ വെച്ച് നമുക്ക് വെജിറ്റബിൾ വേവിക്കാൻ നോക്കാം. ആദ്യം ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് സ്പൈസസ് ആദ്യം ചേർക്കാം. ഇവിടെ ഇപ്പോൾ മട്ടൺ വെന്ത് വരുമ്പോൾ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ച് വയ്ക്കാം. ആദ്യം 2 ബേ ലീഫ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ ഡ്രൈ ആയിട്ട് കിട്ടണതിനോ, 2 ബേ ലീഫ്, 2 ഏലക്കായ ഒന്ന് പൊട്ടിച്ചിടാം, 4 ഗ്രാമ്പു, 4 കുരുമുളക്, ഒരു കഷ്ണം പട്ട. ഇത് മൂത്ത മണം വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് മുഴുവൻ ചേർത്ത് വേവിക്കാം. ഇതിലേക്ക് നമുക്ക് സവോള നീളത്തിൽ അരിഞ്ഞത് ചേർക്കണം. അതിലേക്ക് പച്ചമുളക്, 2 വിസിലടിച്ചാലാണ് നമ്മുടെ മട്ടൺ വേവുള്ളൂ. 2 വിസിലടിച്ചിട്ട് ഒന്ന് ഗ്യാസ് ഒന്ന് ചുരുക്കിയിടും കൂടി വേണം. ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത്, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്. ഇപ്പോൾ 2 വിസിലടിച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഒന്ന് ചുരുക്കിയിടാം. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചെറുതാക്കി നുറുക്കിയത്, ക്യാരറ്റ് ചെറുതാക്കി നുറുക്കിയത്. ഇത് നമുക്ക് രണ്ടാം പാല് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. വെജിറ്റബിൾസ് വെന്തുടയാൻ പാടില്ല. ഇതൊന്ന് തിളച്ച് വന്ന് വേവണം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. മട്ടൻ്റെ ഗ്യാസ് ഓഫ് ചെയ്ത് സ്റ്റീമൊക്കെ കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മട്ടൻ വെന്തിട്ടുണ്ടാവും.
രണ്ടാം പാലിലാണ് ഞാൻ വെജിറ്റബിൾസൊക്കെ വേവിച്ചത്. നാളികേരപ്പാലിൽ വേവിക്കുമ്പോൾ ഇതിനൊരു മയം ഉണ്ടാവും. ഇഷ്ടൂലൊക്കെ നാളികേരപ്പാലിൽ വേണം വേവിക്കാനായിട്ട്. വെജിറ്റബിൾസൊക്കെ വെന്തുടയാണ്ട് ശ്രദ്ധിക്കണം, ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ. നമുക്ക് ഈ നേരത്ത് ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. ഉപ്പുണ്ട് ആവശ്യത്തിന്. ഒന്ന് മൂടി വെച്ച് ഗ്യാസ് ഒന്ന് ചുരുക്കിയിട്ടിട്ട് വേവിക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്നൊന്ന് വെന്തോളും. മൂടിയെ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് അത് കൂട്ടി ഇളക്കാം. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച മട്ടൺ തുറന്ന് നോക്കാം. മട്ടണൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. സ്റ്റോക്ക് അടക്കം ചേർക്കാം. ഇനി ഫ്രോസൺ ഗ്രീൻ പീസ് 1/4 കപ്പും കൂടി ചേർത്ത് തീ കൂട്ടിയിട്ട് വറ്റിച്ചെടുക്കാം. അതിനുശേഷം വേണം നമുക്ക് 1-ാം പാൽ ചേർക്കാനായിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞ് മൊരിക്കാൻ എടുക്കാം. ചുവന്നുള്ളി നീളത്തിലരിയും. ഡാൽഡയിൽ മൊരിക്കാം. വെളിച്ചെണ്ണേക്കാളും നെയ്യിനേക്കാളൊക്കെ നല്ലത് ഇഷ്ടമാണ് ഡാൽഡയാണ്. ഡാൽഡയിൽ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഡാൽഡ 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇതിവിടെ കുറുകി വരുന്നുണ്ട്. എന്നെല്ലാം കൂടി ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് 1-ാം പാൽ ചേർക്കാം. ഡാൽഡയിൽ കാച്ചുമ്പോൾ നല്ലൊരു മണം കിട്ടും നമുക്ക്. കാഷ്നട്ട് നടു പൊടിച്ചിടാം. നടു പൊടിച്ചിട്ട് നമുക്ക് കാഷ്നട്ട് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കട്ടിയുള്ള പാല് 1-ാം പാല് ചേർക്കാം. 1-ാം പാൽ ചേർത്തിട്ട് തിളയ്ക്കാൻ പാടില്ല. ഇതൊന്ന് യോജിക്കാനേ പാടുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. ചുവന്നുള്ളി മൂത്ത് തുടങ്ങിയിട്ട് നമുക്ക് കാഷ്നട്ട് ചേർക്കാം. കാഷ്നട്ടും ചുവന്ന് വരുമ്പോൾ നമുക്ക് വേപ്പില ചേർത്ത് താളിക്കാം. താളിക്കാം. കാഷ്നട്ട് മൂത്ത് വേണ്ടിയിട്ട് വേപ്പില ചേർക്കാം. ഒരു നുള്ള് കുരുമുളക് പൊടി ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് താളിക്കാം. നമ്മുടെ മട്ടൺ സ്റ്റൂ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് പകർത്താം. ഇത് ക്രിസ്മസ് സ്പെഷ്യൽ മട്ടൺ സ്റ്റൂ ആണ്. നമുക്ക് ഒരു ഡിഷിലേക്ക് പകർത്താം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.